നന്ദനാരുടെ അനുഭവങ്ങൾ എന്നുള്ള നോവലിലെ തിരുമേനിയുടെ കഥ എന്നുള്ള അധ്യായത്തിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാഴയങ്കട ഉത്സവത്തിന് പോവാനായിട്ട് ഒരുങ്ങുന്ന നമ്പൂതിരിയാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉത്സവത്തിന് പോവാനായിട്ട് സഞ്ചിയൊക്കെ തുന്നിയുണ്ടാക്കിയ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം സഞ്ചിയൊക്കെ തുന്നിയുണ്ടാക്കി ഇനി നന്നായിട്ടൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇല്ലത്തെ കുളത്തിൽ തന്നെയാണ് അദ്ദേഹം കുളിച്ചത്. എല്ലാം കൂടിയും എന്തെന്നില്ലാത്ത ഒരു കുളിർമ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് കുളിക്കാൻ തന്നെ വിചാരിച്ചു. കാരണം കുഞ്ഞികൃഷ്ണൻ ക്ഷൗരം ചെയ്തതിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തണുപ്പ് ദേഹമാസകൽ അങ്ങനെ അരിച്ചരിച്ച് നടക്കുന്നത് പോലെ തോന്നി. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഉറങ്ങണമെന്ന് തോന്നിപ്പോയി. അത് മോശമല്ലേ, കുട്ടികളെ പോലെ നേരല്ലാത്ത നേരത്ത് കിടന്നുറങ്ങരുതല്ലോ എന്ന് അദ്ദേഹം തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വാഴയങ്കടയ്ക്ക് ഇല്ലത്തുനിന്ന് 12 നാഴികയാണല്ലോ ദൂരം. അപ്പോൾ ഇല്ലത്തുനിന്ന് പുറപ്പെടാൻ വെളിച്ചാകുമ്പോഴേക്കും തൂതപ്പാലത്തിൻ്റെ അടുത്തെത്തണം ഇല്ലത്തുനിന്ന് പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് വാഴയങ്കടയ്ക്ക് അധിക ദൂരമൊന്നുമില്ലല്ലോ. അപ്പോൾ തൂതപ്പുഴയിൽ സുഖമായൊന്ന് കുളിച്ചതിന് ശേഷം മതി പിന്നീടുള്ള യാത്ര എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുകയാണ്. അപ്പോൾ വെളിച്ചാകുമ്പോഴേക്ക് തൂതയ്ക്കലെത്താണെങ്കിൽ ഒരു 2 മണിക്കെങ്കിലും ഇല്ലത്ത് നിന്ന് പുറപ്പെടണം. അപ്പോൾ 1.5 മണിക്കെങ്കിലും എണീക്കണം. അതെങ്ങനെ 1.5 മണിക്ക് എണീക്കാനൊരു വഴി? ഇല്ലത്താണെങ്കിൽ വാച്ചില്ല ആരുടെ കയ്യിലും. പേരിന് ഒരു ടൈം പീസ് ഉണ്ട്. ഒരു താന്തോന്നിയെ പോലെയാണത്. തോന്നുമ്പോൾ നടക്കും, തോന്നുമ്പോൾ നിൽക്കും, തോന്നുമ്പോൾ അലാറടിക്കും. അങ്ങനത്തെ ഒരു സമ്പ്രദായം. ഇന്നാളൊരു ദിവസം കുഞ്ഞപ്പന് കോഴിക്കോട്ടോളം പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിന് ബസ് പിടിക്കാൻ പെരിന്തൽമണ്ണയിലോ മലപ്പുറത്തോ പോകണമല്ലോ. മലപ്പുറത്തും പോകണതാണ് എളുപ്പം. മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്കുള്ള ആദ്യത്തെ ബസ് 5 മണിക്കാണ്, പുലർച്ചെ 5 മണിക്ക്. അപ്പോൾ ഒരു 3:30 മണിക്ക് എണീറ്റ് നടന്നാൽ 5 മണി ആകുമ്പോഴേക്ക് മലപ്പുറത്തെത്താം. കുഞ്ഞപ്പൻ വലിയ ഭാവത്തിൽ ടൈം പീസ് എടുത്ത സമയമൊക്കെ ശരിയാക്കി 3:30 മണിക്ക് അലാറം അടിക്കുമോ എന്ന് പരീക്ഷിച്ച് നോക്കി. അടിക്കുന്നുണ്ട്, സന്തോഷമായി. താന്തോന്നി വാച്ചാണല്ലോ എന്ന് കരുതി ഒരിക്കൽ കൂടി അലാറം അടുപ്പിച്ച് നോക്കി. അപ്പോഴും അലാറം അടിച്ചു. അങ്ങനെ 3:30 അലാറൊക്കെ വെച്ച് കുഞ്ഞപ്പൻ സമാധാനത്തോടെ കിടന്നു. പിറ്റേന്ന് ഉണർന്നപ്പോൾ നേരം പ്രകാശമാവണം. ടൈം പീസിലേക്ക് നോക്കി. അത് 11:30 മണിക്ക് നിന്നിരിക്കുന്നു. 11:30 മണിക്ക് ശേഷം ഒരൊറ്റ അടി മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ടൈം പീസിൻ്റെ കഥ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കുക എന്നാണ് നമ്പൂതിരി ചിന്തിച്ചത്. ഒരു 2 മണിക്കെങ്കിലും ഇല്ലത്തുനിന്ന് ഇറങ്ങി നടക്കണം. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ എന്താണ് അപ്പോൾ സമയം അറിയാനൊരു വഴി എന്നാണ് നമ്പൂതിരി ആലോചിച്ചത്. ടൈം പീസിൻ്റെ കാര്യം കേട്ടപ്പോൾ ഗോപിയും ചെറിയമ്മയും പൊട്ടിച്ചിരിച്ചു. വലിയമ്മ ചിരിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ എന്ന് പറയാം. ഗോപിയും ചെറിയമ്മയും ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വലിയമ്മയ്ക്കാണെങ്കിൽ അവരുടെ ഭർത്താവാണ്, പക്ഷെ അദ്ദേഹത്തെ ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അവരുടെ കാട്ടിക്കൂട്ടലുകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയമ്മ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ. എന്നിട്ട് കുഞ്ഞപ്പൻ്റെ കോഴിക്കോട്ട് പോക്ക് എന്തായി എന്ന് ചെറിയമ്മ ചോദിച്ചു. അപ്പോൾ കോഴിക്കോട്ട് എന്താകാനാ, പിന്നെ അന്ന് പോയില്ല. അതുതന്നെ വല്ലാത്തൊരു ടൈം പീസ് അല്ല. ടൈം പീസിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വെച്ചോളൂ. കുറേ കഴിഞ്ഞാൽ എന്തു സാധനമായാലും അതിൻ്റെ മിഷൻ കേടാവാണ്ടിരിക്കുമോ? മാപ്പിള ലഹളയുടെയൊക്കെ മുമ്പേ വാങ്ങിയ ടൈം പീസാണ്. എനിക്ക് ഏതായാലും ടൈം പീസിനെ വിശ്വാസമില്ല. രാവിലെ 2 മണിക്ക് എഴുന്നേൽക്കുകയാണ്. സമയം അറിയാൻ എന്താണൊരു വഴി? ഉറങ്ങാതെ കഴിച്ചു കൂട്ടുക രാത്രി മുഴുവനും, അതും പ്രയാസമാണ്. രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് രാവിലെ 12 നാഴിക നടക്കാൻ പ്രയാസം തോന്നുകയാണ്. വയസ്സായതല്ലേ, ചെറുപ്പമൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ സമയം അറിയാൻ എന്താണ് എൻ്റെ ഈശ്വര ഒരു വഴി എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടി വീണതുപോലെ കൃഷ്ണൻകുട്ടി അതാ മുമ്പിൽ. കൃഷ്ണൻകുട്ടിയെ മനസ്സിലായില്ലേ? അപ്പോൾ ഇല്ലയെന്ന് ചെറിയമ്മ റാന്തൽ വിളക്കിൻ്റെ തിരിയൊന്ന് നീട്ടിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞപ്പനെ ഒരു വാരസ്യാരായിട്ട് സംബന്ധം ഉള്ള കാര്യം കേട്ടിട്ടില്ലേ? അതിലുണ്ടായ സന്തതിയാണ്. ഇപ്പോൾ മനസ്സിലായി. വാരസ്യാരം ഒന്നല്ലേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയുകയാണ് നമ്മളുടെ നമ്പൂതിരി. അതുകൊണ്ട് തന്നെയാണ് ഗോപി അത് കേൾക്കാനായിട്ട് വളരെ സന്തോഷത്തിൽ അവിടേക്ക് ചെന്നതും. അപ്പോൾ അതെ പ്രസവത്തിന് എന്തോ തകരാറുണ്ടാവുമൊക്കെ ഉണ്ടായില്ലോ. അപ്പോൾ കുട്ടിയെ വയറ് കീറി എടുക്കുക, അപ്പോൾ തന്നെ ഗർഭപാത്രം ചെരിച്ചിടുക, കമിഴ്ത്തിയിടുക, എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിൽ പിന്നെ പേറുണ്ടായിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ചുള്ള കഥകൾ അദ്ദേഹം പറയും. അപ്പോൾ സംബന്ധം എപ്പോഴും ഇല്ലേ വാരസ്യാരായിട്ട്? അതുവേ എന്നു മാത്രമല്ല
അപ്പിയിൽ ഈച്ചയെ പോലെയാണ് അവർ തമ്മിൽ. എന്തൊരു സ്നേഹം, ഭ്രമം. അപ്പോൾ എന്തേ പറഞ്ഞുകൊണ്ട് വന്നത് വെച്ചാൽ വാരസ്യാരുടെ മകനാണ് കൃഷ്ണൻകുട്ടി. അപ്പോൾ കുഞ്ഞപ്പൻ്റെ മുറിച്ച മുറി മാഷാണ്, എന്നെ വലിയ കാര്യമാണ്. കൃഷ്ണൻകുട്ടി ഇല്ലത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആരെ കൃഷ്ണൻകുട്ടിയോ, എവിടുന്നാണ് വരണത്? ഇരുമ്പിളിയത്ത് നിന്ന് തന്നെ, വിശേഷിച്ചൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, അച്ഛൻ നമ്പൂതിരിനെ ഒന്ന് കാണണം. ശരി, കുപ്പായ അഴിച്ചു വെച്ച കുളിയുണ്ടെങ്കിൽ രാത്രി ആവണേൻ്റെ മുമ്പ് കഴിച്ചു വന്നോളൂ. കൃഷ്ണൻകുട്ടി കുപ്പായും മുണ്ടും അഴിച്ചു വെച്ച് തോർത്തുകൊണ്ട് വിട്ട് കുളിക്കാൻ പോയി. അപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ വരവ് അദ്ദേഹത്തിന് ഏതായാലും ഉപകരിച്ചു എന്ന് പറയണം. അവൻ്റെ കയ്യിൽ വാച്ചുണ്ട്, മാഷല്ലേ. കുളിക്കാൻ പോകുമ്പോൾ കൃഷ്ണൻകുട്ടി വാച്ച് മേശപ്പുറത്ത് അഴിച്ചു വെച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ നമ്പൂതിരി വാച്ച് പതുക്കെ എടുത്ത് നോക്കി. അത്ര ചെറുതല്ല, വലുതുമല്ല, അങ്ങനത്തെ ഒരു വാച്ച്. 3, 6, 9, 12 എന്ന അക്കങ്ങളുടെ സ്ഥാനത്തൊക്കെ വലിയ ഇരട്ട വരണ്ട്. ബാക്കിയുള്ള അക്കങ്ങളുടെ സ്ഥാനത്ത് ഒറ്റ വര. അപ്പോൾ എല്ലാ വരകൾക്കും പകരം അക്കങ്ങൾ തന്നെയാണ് ഇവിടെ വേണ്ടിയിരുന്നത് നമ്മളുടെ നമ്പൂതിരിക്ക് തോന്നുകയാണ്. കാരണം അതാണല്ലോ നോക്കാൻ എളുപ്പം. ഇതെന്തേ ഇങ്ങനെയാവാൻ ഓരോരോ പരിഷ്കാരങ്ങൾ എന്ന് അദ്ദേഹം അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആ സമയമായപ്പോഴേക്കും കൃഷ്ണൻകുട്ടി പെട്ടെന്ന് വന്നു. അപ്പോഴേക്കും നല്ലോണം രാത്രിയായി. പിന്നെ അദ്ദേഹം ഒട്ടും താമസിച്ചില്ല, നമ്മളുടെ നമ്പൂതിരി അത്താഴം കഴിഞ്ഞ് ഒരു എമ്പക്കൂട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. നല്ല നിലാവ്, മുറ്റും തൊടിയും ഒക്കെ നിലാവിൽ അങ്ങനെ കുളിച്ച് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു മൂത്രശങ്ക. അപ്പോൾ കോലായിൽ വെച്ചിരുന്ന കിണ്ടിയും വെള്ളവുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി തിണ്ടത്ത് പോയിരുന്ന മൂത്രശങ്ക തീർത്ത് വന്നു. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ എന്തൊരു ഭംഗി, കണ്ണെടുക്കാൻ തോന്നണില്ല. പഞ്ഞിക്കെട്ടുകൾ ഒഴുകുന്ന മാതിരി അങ്ങനെ മേഘങ്ങൾ കാണാനുണ്ട്. പൊന്നാണ്യങ്ങൾ ചിന്നി ചിതറി കിടക്കുന്നത് പോലെയുള്ള നക്ഷത്രങ്ങൾ. പൊയ്മ വെട്ടിക്കാതെ കുറേ നേരം അദ്ദേഹം അതങ്ങനെ നോക്കി നിന്നുപോയി എന്ന് പറയും. അപ്പോൾ എന്താ ഇവിടുന്ന് സ്വപ്നം കാണുകയാണോ എന്ന് കൃഷ്ണൻകുട്ടി എവിടുന്നോ പ്രത്യക്ഷപ്പെട്ടിട്ട് മുറ്റത്തിറങ്ങി വന്നിട്ട് ചോദിച്ചു. അപ്പോൾ മാനത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കാനൊരു രസം, മാനത്തേക്ക് നോക്കുമ്പോൾ കൃഷ്ണൻകുട്ടിക്കും തോന്നണില്ലേ രസം എന്ന് നമ്പൂതിരിയും ചോദിച്ചു. അങ്ങനെ കൃഷ്ണൻകുട്ടി മാനത്തേക്ക് നോക്കി. ശരിയാ, ബഹുരസം എന്ന് കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് കുറേ നേരം മുറ്റത്ത് തന്നെ കഴിച്ചു കൂട്ടി നമ്പൂതിരി പറയും. അപ്പോൾ അകത്തുള്ളവരെല്ലാം അടച്ച് കിടന്നിട്ടേ ഞാൻ കിടക്കാൻ പോയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറി പുറത്തെ താഴ്വാരത്തിൻ്റെ അടുത്താണ്, ഒരു കുടിസുമുറിയാണ്. കൃഷ്ണൻകുട്ടി കിടന്നത് പതിവ് പോലെ ഉമ്മർത്ത് തന്നെ. അപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ വാച്ചുണ്ടെന്നും പറഞ്ഞല്ലോ. അപ്പോൾ കിടക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, കൃഷ്ണൻകുട്ടിയുടെ ആ വാച്ചൊന്ന് തന്നാൽ വേണ്ടിയില്ലായിരുന്നു, നാളെ രാവിലെ 2 മണിക്ക് എഴുന്നേൽക്കണമെന്ന് നമ്മളുടെ നമ്പൂതിരി കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു. അതിനെന്താ, ഇതാ വാച്ച് എന്നും പറഞ്ഞിട്ട് കൃഷ്ണൻകുട്ടി വാച്ചെടുത്ത് നീട്ടിക്കൊടുത്തു. അപ്പോൾ തുടർന്ന് ചോദിച്ചു, വല്ല യാത്രയും മറ്റേ ഉണ്ടോ ചോദിച്ചു. ഉവ്വ് എന്ന് ഇദ്ദേഹം മറുപടിയും പറഞ്ഞു. എന്നിട്ട് എങ്ങോട്ടാണാവോ ചോദിച്ചോ. വാഴയങ്കടോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി, പറയും പോലെ നാളെയല്ലേ വാഴയങ്കട ഉത്സവം. അപ്പോൾ അതേത് താമരപ്പള്ളി നമ്പൂതിരിപ്പാട് ചെല്ലാൻ പ്രത്യേകം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്സവം ഗംഭീരാവുന്ന കേൾക്കണത് എന്ന് കൃഷ്ണൻകുട്ടി പറയുകയും ചെയ്തു. അപ്പോൾ രാവിലെ 2:30 ഇല്ലത്തുനിന്ന് പുറപ്പെടുന്ന വിചാരം, പോണേൻ്റെ മുമ്പ് വാച്ച് നിന്നെ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആട്ടേന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടാളും ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ മുറിയിൽ ചെന്ന് വാച്ച് നോക്കിയപ്പോൾ സമയം 11 മണിയായിരുന്നു. അപ്പോൾ 2 മണിക്ക് എഴുന്നേറ്റാലേ 2:30 പുറപ്പെടാൻ പറ്റുള്ളൂ. 2 മണിയാകാൻ ഇനി ആകെ 3 മണിക്കൂറേ ഉള്ളൂ എന്ന് അദ്ദേഹം അങ്ങനെ വിചാരിച്ചു. 3 മണിക്കൂറെങ്കിൽ 3 മണിക്കൂറെന്ന് വിചാരിച്ച് കിടക്കുക. അപ്പോൾ കിടന്നതും ഉറങ്ങിപ്പോയി. വിസ്തരിച്ച് തേച്ചു കുളിച്ചതാണല്ലോ, പിന്നെ എങ്ങനെ ഉറങ്ങാതിരിക്കാനാ, എന്തൊക്കെയോ സ്വപ്നങ്ങളും കണ്ടു നമ്പൂതിരി പറയും. അപ്പോൾ ഒന്നും വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. കുറുക്കിയ കാളൻ നിറച്ച് വെച്ച കൽച്ചട്ടികൾ തുള്ളി തുള്ളി വരുന്നു. ഒരു ഉദ്ദണ്ഡൻ ശരവർഷം പഴനുറുക്കു തിന്നുന്നു. മുറുക്കും കറുമുറ കടിച്ച് മുറിച്ചു തിന്നുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞെട്ടി ഉണർന്നു. അപ്പോൾ വേഗം തലയിണയ്ക്കടിയിൽ നിന്ന് വാച്ചെടുത്ത് നോക്കി. സമയം 1:45. ഇനി ഏതായാലും കിടക്കേണ്ടെന്ന് കരുതി എഴുന്നേറ്റിരുന്ന് വിസ്തരിച്ചൊന്ന് മുറുക്കി. പിന്നെ ദിനകൃത്യങ്ങളെല്ലാം കഴിച്ചു. ഒന്നുകൂടി മുറുക്കി. കൃഷ്ണൻകുട്ടിയെ വിളിച്ചുണർത്തി വാച്ച് ഏൽപ്പിക്കുമ്പോൾ പ്രത്യേകം പറയുകയും ചെയ്തു, നല്ലോണം നോക്കിക്കളാം, ശരിക്കും നടക്കണില്ലേ എന്ന്. അവന് ഞാൻ പറഞ്ഞു കേട്ട ഭാവമേ ഇല്ല. തോർത്തുമുണ്ടും തലേന്നു തന്നെ ചാക്ക് സഞ്ചിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ കൃഷ്ണൻകുട്ടിയോട് ആ വാച്ചൊക്കെ നേരെ നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി വയ്ക്കാൻ ബാക്കി ചെല്ലാണ്. അപ്പോൾ അതും കൂടി വെച്ചു സഞ്ചിയിൽ. 14 അണ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലെ പായക്കെട്ടിൽ നിന്ന് എടുത്ത് ഇടുപ്പിൽ തിരികെയും അത് കുടയ്ക്കുള്ളിൽ ഒരു കുടയുള്ളത് പൊടി തട്ടി നിവർത്തി നോക്കിയപ്പോൾ അത് ആകപ്പാടെ അകണം ആയിരിക്കുന്നു. വേണ്ട, ഇന്നത്തെ യാത്രയ്ക്ക് കുട വേണ്ട എന്ന് വിചാരിച്ചപ്പോൾ കുട എടുത്തെടുത്ത് തന്നെ വെച്ചു. ശരി, എല്ലാമായി. എന്നിട്ട് അങ്ങനെ പുറപ്പെട്ടു. നിലാവെളിച്ചം ഇല്ല, നാട്ടുവെളിച്ചം മാത്രമേ ഉള്ളൂ. പടി കടന്ന് ഒരു മിനിറ്റ് തന്നെ നടന്നിട്ടുണ്ടാവില്ല. അപ്പോഴേക്ക് അതാ നിരത്തിൽ കുറുക്കനെ 2 കാളകൾ
കിടക്കുന്നു. അപ്പോൾ ഞെട്ടിപ്പോയി. വല്ല പാണന്മാരോ പറയന്മാരോ ഒടിമറിഞ്ഞ് വന്ന് കിടക്കുകയാണോ എന്ന് രണ്ട് കാളകളിങ്ങനെ വഴിയിൽ വിലങ്ങടിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴാണ്. അപ്പോൾ ഒന്ന് ശങ്കിച്ചു നിന്നോട്ട് ശങ്കിച്ചുകൊണ്ട് തന്നെ ചുറ്റും നോക്കിയപ്പോൾ കാളകൾ കിടക്കണതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കാളവടി കാണാനുണ്ട്. അപ്പോൾ സേതാലിക്കുട്ടിയുടെ കാളവണ്ടിയാണെന്ന് ഒരു കാളവണ്ടിയും കാണാനുണ്ട്. കാളവണ്ടിയല്ല, കാളവണ്ടിയും കാണാനുണ്ട്. അപ്പോൾ സേതാലിക്കുട്ടിയുടെ കാളവണ്ടിയാണ് എന്ന് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ സേതാലിക്കുട്ടി പണ്ടേ ഇല്ലത്തെ ഒരു കുടിയാനും മറ്റുമായിരുന്നു. അപ്പോൾ നല്ല പണക്കാരനും ആയിരുന്നു അത്രേ സേതാലി. അപ്പം ഒന്നും അധികകാലം ഉണ്ടായില്ല, ഒക്കെ തൊലഞ്ഞു. ഇപ്പോൾ ഒരു കാളവണ്ടി ആയിട്ട് അങ്ങനെ കൂടിയിരിക്കുക. അപ്പോൾ ജീവിക്കണ്ടേ. അപ്പോൾ കാളവണ്ടിയുടെ അടുത്ത് ചെന്ന് വെറുതെ അകത്തേക്ക് പാളി നോക്കിയപ്പോൾ സേതാലിക്കുട്ടി തപ്പിപ്പടിഞ്ഞ് എഴുന്നേറ്റ്. അവൻ എന്തോ മനസ്സിലായി. അപ്പോൾ അവൻ ചോദിച്ചു, എങ്ങോട്ടാണാവോ? അപ്പോൾ വാഴയും കിടറ്റ്. നേരം പുലർന്നിട്ടാണെങ്കിൽ ഞങ്ങൾ പെരിന്തൽമണ്ണ വരെ കൊണ്ടുപോയിരുന്നു. നേരം പുലരുമ്പോഴേക്കും എനിക്ക് തൂതയിലെത്തണം എന്ന് പറഞ്ഞു. എന്നാ നടക്കീന്നും പറഞ്ഞു. അതുതന്നെയാണ് ഭാവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടക്കണം. അപ്പോൾ നടന്നു. ധനുമാസ കാലല്ലേ, കുത്തി തുളയ്ക്കണ പോലുള്ള തണുപ്പ്, ഇടയ്ക്കിടയ്ക്ക് തണുത്ത കാറ്റും അടിക്കണം. ഓരോന്ന് ആലോചിച്ചു കൊണ്ട് അങ്ങനെ നടന്നു. ഇല്ലത്ത് നിന്ന് ഒരു 2 നാഴിക ചെന്നു കാണും. അപ്പോൾ നിരത്തിൽ ഒരു വടി കിടക്കണ പോലെ തോന്നി. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഭയം കൊണ്ട് പിറകോട്ടൊരു ചാട്ടം ചാടി. അത് വടിയൊന്നുമല്ല, ചത്തതാണെങ്കിലും ജീവനുണ്ടെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ കിടക്കുന്ന ഒരു പാമ്പ്. പാമ്പെന്ന് വെച്ചാലോ 8 അടി മൂർഖൻ. 8 അടി മൂർഖൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. അതുതന്നെയാണ് സാധനം. അടുത്ത് കിടക്കണ ഒരു വടിയെടുത്ത പാമ്പിനെ മെല്ലെയൊന്ന് തോണ്ടിയപ്പോൾ പാമ്പിൻ്റെ അറ്റം ഇളകുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും അധികം പരീക്ഷിക്കൊന്നും വേണ്ടാന്ന് കരുതി നേരത്തെ വിട്ടു. എന്നിട്ട് കുറച്ചു നേരത്തിന് പാമ്പു പിന്നാലെ അരിച്ചരിച്ചു വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ എങ്ങനെ പേടി തോന്നാണ്ടിരിക്കുക? നേരത്തിലാണെങ്കിലും മരുന്നിന് പോലും ഒരു ജീവിയെ കാണാനില്ല. വിളിച്ചാർത്താലും ഒരാൾ മണ്ടിപ്പാഞ്ഞ് വരുന്നു തോന്നുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് അങ്ങനെ ചെന്നപ്പോൾ നിരത്തിൻ്റെ ഇടത്തു ഭാഗത്ത് ഒരു നീളൻ പന. ഇവിടെ അങ്ങനെ ഒരു പന വന്നത് മുമ്പില്ലാത്ത ഒരു പന ഇപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? കുറച്ചു നേരം നിന്ന് പനയുടെ ചോട്ടിലേക്ക് തന്നെ നോക്കിയപ്പോൾ പനഞ്ചോട്ടിൽ അതാ ഒരു സുന്ദരി പെണ്ണ്, വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരു സുന്ദരി പെണ്ണ്. തലമുടിയെന്ന് വെച്ചാലോ ഞെരിയാണി വരെ തലമുടി. എനിക്ക് മനസ്സിലായി, അവൾ മറ്റാരുമല്ല, യക്ഷി തന്നെ. രാത്രിയിൽ പനച്ചോട്ടിൽ യക്ഷിയെ അല്ലാതെ മറ്റാരെ കാണാനാണ്? അപ്പോൾ ഗോപി ഉത്കണ്ഠയോടെ രാമൻ നമ്പൂതിരിയെ നോക്കി. കഥ പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. ഏതെല്ലാം വഴികളിലൂടെയാണ് കഥ നീങ്ങുന്നത്? നമ്പൂതിരി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗോപി സന്തോഷത്തിൽ. വിശപ്പ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ വിശപ്പിനേക്കാൾ സന്തോഷം ഈ കഥ കേൾക്കുമ്പോൾ. വിശപ്പൊക്കെ മറന്നു പോകുന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഗോപി പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കഥ കേൾക്കാനായിട്ട് പോകുന്നത്. രാമൻ നമ്പൂതിരി കഥ തുടരുകയാണ്. പനയുടെ അടുത്തേക്ക് കുറച്ച് ദൂരം നടക്കണം. പനയുടെ ചോട്ടിൽ കാണുന്നത് യക്ഷി തന്നെയാണ്, സംശയമില്ല. ഒരു കാര്യം തീർച്ചയാക്കും. അദ്ദേഹം പെട്ടെന്നൊന്ന് നിന്നു. സഞ്ചിയിലെ കൈയിട്ട് ചെല്ലമെടുത്തു. ചെല്ലത്തിൽ നിന്ന് പിശാങ്കത്തി എടുത്ത് നിവർത്തിപ്പിടിച്ചു. എന്തിനാണ് അപ്പോൾ അങ്ങനെ തോന്നിയെന്ന് ഇപ്പോഴും നിശ്ചയില്ല. കയ്യിൽ പിശാങ്കത്തിയുമായിട്ട് ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് നടന്നു. മനസ്സാണെങ്കിൽ പടപടാന്ന് അടിക്കുന്നുണ്ട്. പരിസരബോധമൊന്നും ഇല്ലെന്ന് വെച്ചോളും. ഇല്ല പേരും സ്വന്തം പേരും ഒക്കെ മറന്നുകൊണ്ടുള്ള ഒരവസ്ഥ. എങ്ങോട്ടാണ് പോണതെന്നതിനെക്കുറിച്ചും ഒരു രൂപമില്ല. വിയർപ്പും പടപടപ്പും മാത്രമുള്ള ഒരു മനുഷ്യനാണ് ഞാനെന്നൊരു തോന്നൽ. രഘുവംശത്തിലെ കാണാപ്പാടം തോന്നണ ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരൊറ്റ നടപ്പങ്ങ് നടന്നു. പന നിന്നിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ എന്തോ പറയുന്നുണ്ട്. അവിടെ പനയില്ല, യക്ഷിയില്ല, ഒരസ്തുമില്ല. എന്തൊരത്ഭുതം! വലിയമ്മ ദീർഘമായൊരു കോട്ടുവായിട്ട് എഴുന്നേറ്റു. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള ഒരു തോന്നലിലാണ് വലിയമ്മയ്ക്ക് ഇനി ഇതൊന്നും കേൾക്കണ്ട എന്നുള്ളൊരു രീതിയിൽ അവർ കൊട്ടുവായിട്ട് എഴുന്നേറ്റ് പോവാണ്. മതി ഈ തീരാത്ത കഥ. നേരം വെളിച്ചാവാറായി. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. മുഷ്പൻ ശരി തന്നെ, നേരശ്യായി കിടന്നു കളയാൻ. രാമൻ നമ്പൂതിരിയും എഴുന്നേറ്റു. വലിയമ്മ ഉറങ്ങാൻ പോയപ്പോൾ അദ്ദേഹം കൂടി പോയി. ചെറിയമ്മയും എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഇനി താനെന്തിനിവിടെ ഇരിക്കണമെന്ന ഭാവത്തിൽ ഗോപിയും പോവാൻ തയ്യാറായി. അപ്പോൾ രാമൻ നമ്പൂതിരി ചോദിച്ചു, ഗോപി ഇവിടെ കിടക്കണോ? അതേ പുരമേലേക്ക് പോവുകയാണോ? ഇവിടെ കിടക്കാൻ ഇവിടെ ഉള്ളവർ തന്നെ മതി. വലിയമ്മ ധൃതിയോടെ അകത്തേക്ക് പോയി. പിറകെ രാമൻ നമ്പൂതിരിയും പോയി. അപ്പോൾ രാമൻ നമ്പൂതിരിക്ക് ഗോപിയെ വലിയ ഇഷ്ടമാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗോപി പത്തായപ്പുരയിലേക്ക് പോന്നു. അവൻ ഉമ്മറത്തെത്തിയപ്പോഴേക്കും 4 കെട്ടിൻ്റെ കനത്ത വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടു.
വാതിലടയ്ക്കുന്ന ശബ്ദത്തിലും വലിയമ്മയുടെ ദേഷ്യം കലർന്നിട്ടുണ്ട്. ദേഷ്യം വരുമ്പോൾ ഉറക്കെ അടയ്ക്കുമല്ലോ അത്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ കീറക്കൊസറിയിൽ വന്ന് കിടക്കുമ്പോൾ അമ്മ ചോദിച്ചു, നീ ഇപ്പോൾ വരണേ ഉള്ളൂ, നേരെ എത്രയായി? 1 മണി കഴിഞ്ഞു എന്നാ തോന്നണേ. രസനിശ്ചന്തിയായ ആ ഒരു കഥ മുഴുവൻ കേൾക്കാൻ സാധിക്കാത്തതിലുള്ള അസംതൃപ്തിയോടെ ഗോപി കണ്ണുകൾ അടച്ചു കിടന്നു. ഇത്ര നേരം സംസാരിച്ചിട്ടും ഉത്സവത്തിന് പോകുന്ന വഴിയിൽ എത്തിയിട്ടേ ഉള്ളൂ കഥ. ഇനി വാഴയങ്കട എത്തുന്നത് വരെ വഴിയിൽ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിരിക്കും. ഉത്സവ സ്ഥലത്ത് എത്തിയ ശേഷം എന്തെല്ലാം സംഭവങ്ങൾ നടന്നിരിക്കും. അതൊക്കെ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് കേൾക്കുന്നവരിൽ ഉത്കണ്ഠയും ആശങ്കയും ആവേശവും പകർന്നുകൊണ്ട് പറയണമല്ലോ. ഇപ്പോൾ അദ്ദേഹം വരച്ചു കാട്ടിയ ചിത്രങ്ങൾ തന്നെ എന്തുമാത്രം മിഴിവും തെളിവും ഉള്ളതാണ്. ഇന്ന് പറഞ്ഞതിൻ്റെ ബാക്കി നാളെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കണം. നേരം വേഗം പുലർന്നെങ്കിൽ ഗോപി ആഗ്രഹിച്ചു. അപ്പോൾ ഗോപിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വല്ലാത്തൊരു കഴിവുണ്ട്. അപ്പോൾ ആസ്വാദൻ അത് വളരെ ഗംഭീരമായിട്ട് ആസ്വദിക്കത്തക്ക രീതിയിൽ രാമൻ നമ്പൂതിരി അങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഗോപി അങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ആ അധ്യായത്തിൽ വരുന്നത്.